നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നിത്യവും കുളിക്കാറുണ്ട്. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനത്തിലുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ നിത്യവും 2 നേരം കുളിക്കും എന്നാണ് പറയാറുള്ളത്. നമ്മൾ എല്ലാ ദിവസവും തല കുളിക്കുന്നതാണ് നമ്മുടെ കുളിയെന്ന് പറയുന്നത്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളവർ, ഇപ്പോൾ കേരളത്തിന് പുറത്ത് പോയി താമസിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവരെല്ലാ ദിവസവും തല കുളിക്കാറില്ല, ശരീരം മാത്രമാണ് കുളിക്കാറുള്ളത്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല, എല്ലാ ദിവസവും തല കുളിച്ചാൽ മാത്രമേ നമുക്ക് കുളിച്ചു എന്നുള്ള ഒരു ഫീല് കിട്ടാറുള്ളൂ. ഇന്ന് പറയുന്നത് ശാസ്ത്രങ്ങളിൽ ചില സമയങ്ങളിൽ കുളിക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ സമയങ്ങളാണ്, എന്തുകൊണ്ടാണ് ഈ സമയങ്ങളിൽ കുളിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശരീരശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയാണ് കുളിക്കാറുള്ളത്. പലരും പല സമയത്താണ് കുളിക്കുന്നത്. എന്നാൽ ആയുർവേദത്തിൽ പറയുന്നത് സൂര്യോദയത്തിന് മുൻപുള്ള സമയവും സൂര്യാസ്തമയത്തിന് മുൻപുള്ള ചില മണിക്കൂറുകളും മാത്രമാണ് കുളിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള സമയം എന്നാണ്. ഇപ്പോൾ കുളിക്കുന്നതിന് ഒരു മുഹൂർത്തം നോക്കണം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ കുളിക്കാൻ പാടില്ല, ഈ സമയങ്ങളിൽ വേണം കുളിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, കുളിക്കുന്നതിനൊരു സമയം നോക്കേണ്ട ആവശ്യമുണ്ടോ, ഏത് സമയത്ത് കുളിച്ചാൽ എന്താ എന്നൊക്കെ തന്നെ പറയും. ഇതൊക്കെ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ സമയത്തിന്റെയും കുളിയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വീട്ടിൽ പ്രായമായ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം, രാവിലത്തെ കുളി ആരോഗ്യക്കുളി, ഉച്ചക്കത്തെ കുളി ഊദാരിക്കുളി, വൈകുന്നേരത്തെ കുളി ഐശ്വര്യക്കുളി എന്നൊക്കെ പല പേരുകളിൽ അവർ സാധാരണയായി പറയാറുണ്ട്. രാവിലെ കുളിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടാകും, വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ നമുക്ക് ഐശ്വര്യമുണ്ടാകും. എന്നാൽ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള സമയത്ത് കുളിക്കുമ്പോൾ ഊദാരി എന്ന് പറഞ്ഞാൽ ധൂർത്ത് എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരുപാട് പണം നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോകും എന്നുള്ളതാണ്. അപ്പോൾ പണ്ടുകാലം മുതലേ ആ ഒരു സമയത്ത് കുളിക്കുന്നത് വഴി നമ്മൾ എത്ര സമ്പാദിച്ചാലും അതൊന്നും തന്നെ കയ്യിൽ നിൽക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ 4 തരത്തിലാണ് കുളിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ജോലിക്ക് പോകുന്നവർക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും അവർക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം പണ്ട് കാലത്തെ പോലെ അല്ല ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. രാത്രി വൈകിയാണ് ഓഫീസിൽ നിന്ന് വരുന്നത്, പല പല പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നവർ മാത്രം ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. സാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കില്ലല്ലോ. നമ്മുടെ ശാസ്ത്രങ്ങളിൽ 4 രീതിയിലാണ് സ്നാനത്തിനെ വേർതിരിച്ചിരിക്കുന്നത്. അതായത് ഓരോ സമയത്ത് ഉള്ള കുളിക്കും ഓരോ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 തരത്തിലുള്ള സ്നാനമാണുള്ളത്. ആദ്യത്തെ സ്നാനം എന്ന് പറയുന്നത് ഋഷി സ്നാനമാണ്, അതായത് മുനി സ്നാനം. രണ്ടാമത്തെ സ്നാനം ദേവസ്നാനമാണ്. മൂന്നാമത്തെ സ്നാനം മനുഷ്യ സ്നാനം. നാലാമത്തെ സ്നാനം എന്ന് പറയുന്നത് രാക്ഷസ സ്നാനം എന്നാണ് പറയുന്നത്. ഇനി ഈ 4 സ്നാനങ്ങൾ ഏത് സമയമാണ്, ഈ സമയത്ത് സ്നാനം ചെയ്താലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതികാലെ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് കുളിക്കുന്നതിനെയാണ് നമ്മൾ ഋഷി സ്നാനം എന്ന് പറയുന്നത്. സ്വയം ശുദ്ധിയാകുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമായിട്ടാണ് ഋഷി സ്നാനത്തെ കാണുന്നത്. ഈ സമയത്തുള്ള സ്നാനത്തിലൂടെ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവുകയും അതുപോലെ ഉന്മേഷവും ബുദ്ധി കൂർമ്മതയും ഏകാഗ്രതയും രോഗങ്ങളിൽ നിന്നും പ്രതിരോധ ശക്തിയും ഉണ്ടാകും ഋഷി സ്നാനത്തിലൂടെ എന്നാണ്. അതികാലെ 4നും 5നും ഇടയ്ക്കുള്ള സമയത്തുള്ള സ്നാനം. അടുത്തത് ദേവസ്നാനമാണ്. രാവിലെ 5നും 6നും ഇടയ്ക്കുള്ള സമയത്ത് ശരീരം ശുദ്ധിയാക്കുന്നതിനെയാണ് ദേവസ്നാനം എന്ന് പറയുന്നത്. ദേവസ്നാനത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ സമയത്തെ സ്നാനത്തിലൂടെ നമുക്ക് പ്രശസ്തി, സമൃദ്ധി, മനസ്സമാധാനം, സുഖപ്രദമായ ജീവിതം, ഭാഗ്യം ഇവയെല്ലാം ലഭിക്കും എന്നാണ്. മാത്രമല്ല ഈ സമയത്തെ സ്നാനത്തിലൂടെ നമുക്ക് ഉന്മേഷവും ലഭിക്കും.
മൂന്നാമത്തെ സ്നാനം മനുഷ്യ സ്നാനമാണ്. അതായത് മനുഷ്യർ സ്നാനം ചെയ്യുന്ന സമയം. ഈ സമയം രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ്. ഈ സമയത്ത് സ്നാനം ചെയ്യുന്നത് വഴി നമുക്ക് ഭാഗ്യം, സന്തോഷം, ഐശ്വര്യം ഇവയൊക്കെ ലഭിക്കും എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ സ്നാനമാണ് രാക്ഷസ സ്നാനം. രാക്ഷസ സ്നാനത്തിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് ശേഷം വൈകുന്നേരം ഒരു 3:30-4 മണി വരെയുള്ള സമയത്ത് സ്നാനം ചെയ്യുകയാണെങ്കിൽ അതിനെ രാക്ഷസ സ്നാനം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ 4 മണിക്ക് ശേഷം ഒരു 5 മണി വരെയുള്ള സമയം, അല്ലെങ്കിൽ മാക്സിമം ഒരു 5:30 മണിക്കുള്ളിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് നമുക്ക് കുളിക്കാവുന്നതാണ്. ഈ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് നമ്മൾ കുളിക്കുന്നത് ഐശ്വര്യ സ്നാനമായിട്ടാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. കാരണം സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപുള്ള കുളി ആയതുകൊണ്ടാണ് അത് ഐശ്വര്യ കുളി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. രാവിലെ കുളിച്ചാൽ നമുക്കെല്ലാം അറിയാം, രാവിലെ കുളി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഊർജ്ജസ്വലത ഉണ്ടാകും. അതുകൊണ്ടാണ് രാവിലത്തെ കുളി ആരോഗ്യ കുളി എന്ന് പറയുന്നതിന്റെ കാരണം. ഈ രാക്ഷസ സ്നാനം സമയത്ത് കുളിച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ധനനഷ്ടവും ദാരിദ്ര്യവും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കഴിവതും രാവിലെ 8 മണിക്ക് ശേഷവും വൈകുന്നേരം 4 മണിക്കുള്ളിലുമായിട്ട് കുളിക്കാതിരിക്കുക. ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കണം പണ്ടുള്ളവരെയൊക്കെ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുലർച്ചെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഈശ്വര പ്രാർത്ഥനയും അതിനുശേഷം മറ്റ് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ ഗോധൂളി സമയം വരെയുള്ള സമയത്ത് നമുക്ക് കുളിക്കാവുന്നതാണ്. ഗോധൂളി സമയം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ പശുക്കളൊക്കെ മേയാൻ പോയിരുന്നത് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള കാടുകളിലേക്കാണ്. അപ്പോൾ ആ കൊച്ചു കൊച്ചു കാടുകളിലൊക്കെ മേഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് അവർ തൊഴുത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സമയമാണ് ഗോധൂളി സമയം. അപ്പോൾ ഗോധൂളി സമയത്തിന് മുൻപായിട്ട് തന്നെ നമ്മൾ കുളിച്ചിരിക്കണം. ഗോധൂളി എന്ന് പറയാൻ കാരണം ഗോ എന്ന് പറഞ്ഞാൽ പശുക്കൾ. ഈ പശുക്കളെല്ലാം ഒന്നിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ ആ പരിസരം മുഴുവൻ ഇങ്ങനെ പൊടി പടലങ്ങളായിരിക്കും. മണ്ണൊക്കെ ഇങ്ങനെ പറന്ന് ആ പരിസരം മുഴുവൻ പൊടി പടലങ്ങളായിരിക്കും. അതായത് പശുക്കൾ നടന്നു വരുമ്പോൾ ഭൂമിയിലുള്ള മണ്ണെല്ലാം ഇങ്ങനെ പറക്കും. ഇങ്ങനെ ഒരുപാട് പശുക്കൾ നടക്കുമ്പോൾ ഗോധൂളി എന്ന് പറഞ്ഞാൽ പശുക്കളുടെ കാൽപാദങ്ങൾ കൊണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന ആ ധൂളെന്ന് പറഞ്ഞാൽ പൊടി പടലം എന്നാണ് അർത്ഥം. ആ ഒരു സമയമാണ് ഗോധൂളി സമയം. ഈ ഗോധൂളി സമയത്തിന് മുൻപായിട്ട് തന്നെ കുളിച്ച് ഗോധൂളി സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്താവുന്നതാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തണം എന്ന് പറയുന്നതിന്റെ 2 കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. കാരണം ഈ ഗോധൂളി സമയം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അന്തരീക്ഷം മുഴുവൻ പൊടി പടലങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അപ്പോൾ ആ ഒരു പൊടി പടലങ്ങളിൽ ഒരുപാട് വിഷാംശങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് നമ്മുടെ വീട്ടിൽ കൊളുത്തുന്ന ആ നിലവിളക്കിൽ നിന്നും പ്രസരിക്കുന്ന ആ ഒരു കിരണങ്ങൾ ഈ വിഷാംശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് 1 നാഴിക മുൻപേ തന്നെ നമ്മൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തണം എന്ന് പറയുന്നതിന്റെ കാരണം. അന്തരീക്ഷം മുഴുവൻ പൊടി പടലങ്ങളോടുകൂടി വിഷാംശമുള്ളതായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊളുത്തുന്ന ആ നിലവിളക്കിൽ നിന്നും പ്രസരിക്കുന്ന ആ കിരണങ്ങൾ ആ വിഷാംശങ്ങളെ എല്ലാം തന്നെ നശിപ്പിച്ചു കളയും. 1 നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റ് ആണ്. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് 24 മിനിറ്റ് മുൻപായിട്ട് വീടുകളിൽ നിലവിളക്ക് കൊളുത്താം എന്നാണ്. അപ്പോൾ 2 കാരണങ്ങളിൽ ഒന്ന് ഗോധൂളി സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് വരും. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരും. അപ്പോൾ മൂദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇരുട്ടാവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ സന്ധ്യാദീപം കൊളുത്തി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇരുട്ടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ സന്ധ്യാദീപം കൊളുത്തുന്നത് വഴി ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി നമ്മുടെ വീടിനുള്ളിലേക്ക് വരും. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു വിശ്വാസമാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നതിന്റെ 2 കാരണങ്ങളാണ് ഇത്. ഒന്ന്, നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യദേവത വരുന്നതിനും, രണ്ടാമത്തെ കാര്യം നമ്മൾ നിലവിളക്ക് കൊളുത്തി വെക്കുമ്പോൾ അതിന്റെ കിരണങ്ങൾ കൊണ്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് വിഷാംശങ്ങളൊന്നും തന്നെ വരികയുമില്ല.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നവർ മാത്രം ഫോളോ ചെയ്യുക. കാരണം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക, അല്ലാത്തവർ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ മാത്രം ചെയ്യുക. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും വിളക്ക് കൊളുത്തുന്ന കാര്യം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും വിളക്ക് കൊളുത്തുന്ന കാര്യം തീർച്ചയായും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.